എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Death card, 6 of Wands, Empress, 3 of Wands, 5 of Cups, Page of Cups. ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡെത്ത് കാർഡ് 3 ഓഫ് ഫോൺസ് എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്നത് പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിച്ച പോലെ ആഗ്രഹിച്ച പോലെ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളുടെയും പര്യവസാനമാണ്. അപ്പോൾ പലതും ഈ ഒരു 2024 നിന്ന് ജനുവരി മാസം 2025 കടക്കുമ്പോൾ ജീവിതത്തിലുണ്ടായിരുന്ന പല സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങളും പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നുണ്ട്. ഈ ഒരു മാസം നിങ്ങൾ പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതാവാം, സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതാവാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കാണിക്കുന്നുണ്ട്. പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജനുവരി മാസം എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കം, അതായത് ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും എല്ലാ മേഖലയിലും ഉള്ളൊരു പുതിയ തുടക്കം തന്നെയാവാം. ഫിനാൻസ്, കരിയർ മാത്രമല്ലാതെ പല മറ്റു കാര്യങ്ങൾ നിങ്ങളുടെ ചിന്താഗതിയിൽ വ്യത്യാസം വരുന്നതും നിങ്ങളുടെ ബന്ധങ്ങളിലുള്ള ബന്ധങ്ങളിൽ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ വഴക്കിട്ടിരിക്കുന്ന ബന്ധുക്കളോ ബന്ധുജനങ്ങളോ മറ്റുള്ളവരോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വഴക്കൊക്കെ മാറി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ കരിയറിൽ ഒരു മാറ്റം, ജോലിയിലുള്ള മാറ്റം, പ്രൊമോഷൻ ഇത്യാദി കാര്യങ്ങളാവാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളോ അതല്ലാതെ ജീവിതത്തിൽ തന്നെ പല പ്ലാൻസും, ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കാലത്തിന് ഉതകുന്നതല്ലാത്ത, അതായത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റി മുന്നോട്ടേക്ക്, അതായത് കഴിഞ്ഞ കാലത്തിൽ പാസ്റ്റിലേക്കല്ല ഫ്യൂച്ചറിലേക്ക്, മുന്നോട്ടേക്കുള്ള സമയത്തേക്ക് ആകുന്ന രീതിയിൽ ആക്കി വയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മാസം എന്നുള്ള രീതിയിൽ തന്നെ പറയാം. ന്യൂ ഇയർ, അതിൻ്റെ ആദ്യത്തെ മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും ഈ ഒരു പുതുവർഷം എന്ന് പറയുന്നതിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ മാസം ജനുവരി നിങ്ങൾക്കൊരു പുതിയ തുടക്കം തന്നെയാണ്, പുതുജന്മം തന്നെ നൽകുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. 3 ഓഫ് ഫോൺസ് എനർജിയാണ്. ഈ ഒരു എനർജി ഓഫ് 3 ഓഫ് വൺസ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു പ്രത്യേക കാര്യം സാധ്യമാകുന്നു. അതേപോലെ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ആംബീഷ്യസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, ഒത്തിരി ആംബീഷനൊക്കെ ഉണ്ടെങ്കിൽ അത് സാധ്യമാകുന്നുണ്ട്. അതേപോലെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതേപടി നടക്കുന്നു. വളരെയധികം അഭിമാന മുഹൂർത്തം, അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച ആ ഒരു കാര്യം നേടിയതിൻ്റെ ഒരു അഭിമാനം നിങ്ങൾക്ക് ജീവിതത്തിൽ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും നിങ്ങളുടെ മുന്നേറ്റം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും നിങ്ങൾ ജീവിതത്തിൽ മുന്നേറുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളെ സംബന്ധിച്ച്. ഒരു മൈൽ സ്റ്റോൺ, പുതിയൊരു സ്റ്റെപ്പ്, നെക്സ്റ്റ് ഒരു മൈൽ സ്റ്റോൺ ജീവിതത്തിലേക്ക് വരുന്ന സാഹചര്യമുണ്ട്. ഒരു ലക്കി ബ്രേക്ക് എന്ന് തന്നെ പറയാവുന്ന ഒരു മാസമായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മാസം സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പലരെ സംബന്ധിച്ച് യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മാസം ഒത്തിരി ആഗ്രഹിച്ച ഒരു യാത്ര സൂചിപ്പിക്കുന്നു, സാഹസികമായിട്ടുള്ള യാത്രകൾ. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ട് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാനുള്ള ഒരു അവസരം സൂചിപ്പിക്കുന്നുണ്ട്. പലരെയും സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, മാതാപിതാക്കൾക്ക് അഭിമാനം തോന്നുന്ന മുഹൂർത്തങ്ങൾ മക്കളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു മാതാപിതാക്കന്മാരാണ് എങ്കിൽ നിങ്ങൾക്ക് മക്കളിൽ കുറിച്ചിട്ട് അഭിമാനിക്കാവുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മക്കളാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെക്കുറിച്ചിട്ട് അഭിമാനം തോന്നുന്ന മുഹൂർത്തമൊക്കെ ഈ ഒരു മാസത്തിൽ സാധ്യമാകുന്നു എന്ന് തന്നെ പറയാം.
നെക്സ്റ്റ് വന്നിട്ട് 6 ഓഫ് ഫോൺസ് ആൻഡ് പേജ് ഓഫ് കപ്സ്, 5 ഓഫ് കപ്സ് എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പബ്ലിക് മറ്റുള്ളവരുടെ മുമ്പിൽ, അതായത് മീഡിയ, എന്തെങ്കിലും യൂട്യൂബ് ചാനൽസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ കഴിവ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ള ചാനലുകളോ അല്ലെങ്കിൽ മീഡിയ, ഫിലിം ഇൻഡസ്ട്രി, സീരിയൽ, സിനിമ മേഖലയിൽ, സാഹിത്യം, സ്പോർട്സ്, അതുപോലെ മറ്റുള്ളവർ നാലാൾ അറിയുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കഴിവ് പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ അതിലൂടെ നിങ്ങളുടെ ധനസമ്പാദനം അതിലൂടെ നടക്കുന്നവരെ സംബന്ധിച്ചും വളരെ ഒരു നല്ലൊരു മാസമാണ് ഈ ഒരു മാസം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഹോബി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടാവും ബാല്യത്തിൽ ഇതൊക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് ആ സമയത്ത് അതിനുള്ള സാമ്പത്തികമായിട്ടോ മറ്റു തലത്തിലോ ഒന്നും സാധ്യമായിട്ടുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധ്യമാകുന്ന ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് പറയാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം, പലപ്പോഴും നമ്മൾ ചില അശ്രദ്ധ കൊണ്ടിട്ട് വിട്ടുകളയുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ടിരിക്കുമ്പോൾ ആബ്സെൻറ്റ് മൈൻഡഡ് ആകുന്നത് മൂലം ചെറിയ ചെറിയ അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ടിരിക്കാതെ ശ്രദ്ധിക്കുക. എന്തൊരു കാര്യത്തിൽ, പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള ഇടങ്ങളിലോ ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കോൺഫറൻസോ അല്ലെങ്കിൽ മീറ്റിങ്ങോ എന്ത് കാര്യത്തിനാണെങ്കിലും പൊതുവിൽ ആബ്സെൻറ്റ് മൈൻഡഡ് അല്ലാതെ ഇരിക്കാൻ, അതായത് കോൺസെൻട്രേഷൻ വരുത്താൻ ശ്രദ്ധിക്കുക. അത് ഫോക്കസ്, കോൺസെൻട്രേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അത് സംബന്ധിക്കുന്ന യോഗയോ മെഡിറ്റേഷനോ കാര്യങ്ങൾ ചെയ്യാം. അനാവശ്യമായിട്ട് ശ്രദ്ധ അലഞ്ഞു തിരിഞ്ഞ് മറ്റിടത്തേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് ദോഷം ചെയ്തേക്കാം. അതായത് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകാം. അതേപോലെ 5 ഓഫ് കപ്സ് എനർജിയാണ്. പലപ്പോഴായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നഷ്ടബോധം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നഷ്ടബോധം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ ആണ് ഈ ലോകത്തിലുള്ള. നഷ്ടങ്ങൾ സംഭവിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ലഭിച്ചിട്ടുള്ള ആളുകളായിരിക്കാം എല്ലാവരും. അപ്പോൾ അത് മനസ്സിലാക്കി നഷ്ടപ്പെട്ടു പോയ കാര്യത്തെക്കുറിച്ചിട്ട് ആലോചിച്ച് സങ്കടപ്പെടാതെ ജീവിതത്തിൽ ഇനി നേടാനുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ആലോചിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് നല്ലത്. കഴിഞ്ഞുപോയ നഷ്ടങ്ങളെക്കുറിച്ചിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സന്തോഷമുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള പശ്ചാത്താപങ്ങളോ ഗിൽറ്റോ ദേഷ്യമോ വാശിയോ അതൊക്കെ ഒഴിവാക്കി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് എംപ്രസ് എനർജിയാണ്. അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സ് എനർജി. വളരെ പോസിറ്റീവ് ഒരു ഫെമിനൈൻ എനർജിയാണ്. ഒരു ഫെമിനൈൻ എനർജി എന്ന് പറയുമ്പോൾ പൊതുവിൽ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരോട്, സഹജീവികളോട് സ്നേഹവും ദയ, കാരുണ്യം ഇങ്ങനെയുള്ള വികാരങ്ങൾ കൂടുതലായിട്ട് കാണിക്കുന്ന ഒരു സാഹചര്യമാണ്. പൊളിറ്റിക്സിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു മാസമായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വരുന്നുണ്ട്. അത് അങ്ങനെയുള്ള സോഷ്യലി ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നവരാണ്. പൊളിറ്റിക്സിലുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരിൽ നിന്ന് നല്ല പേര് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ മറ്റുള്ളവരെ ഒത്തിരി സഹായിക്കുന്നതിൻ്റെ ഒരു സംതൃപ്തി നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് പ്രഗ്നൻസി സിറ്റുവേഷനാണിത്. അടുത്തിടയ്ക്ക് വിവാഹം കഴിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ശുഭവാർത്ത കേൾക്കുന്നുണ്ട് പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്നുള്ളൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പേജ് ഓഫ് കപ്സ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശ്രദ്ധ അലഞ്ഞു തിരിഞ്ഞു പോകാതെ നേരത്തെ പറഞ്ഞ പോലെ ഫോക്കസ്, കോൺസെൻട്രേഷൻ ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷനോ യോഗയോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാം. അതായത് നിങ്ങൾ ചിലപ്പോൾ വീഡിയോ ഗെയിംസ്, മറ്റു തരത്തിലുള്ള സ്പോർട്സ്, മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രത്യേകം ഊന്നൽ കൊടുക്കേണ്ടത് അനിവാര്യത ഈ ഒരു മാസം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി പ്രണയം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രണയം, ഇഷ്ടം, സ്നേഹം അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ
അങ്ങനെ കാര്യങ്ങളിലേക്കൊക്കെ പോയും പഠിത്തത്തിൽ ഉഴപ്പാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രണയത്തിലായിട്ടുള്ളവരാണ് എങ്കിൽ പ്രണയം നല്ല നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. പ്രണയത്തിലായിരിക്കുന്നവർ നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾ, അതായത് ഒരു ജോലി അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എപ്പോഴും. അപ്പോൾ വിദ്യാഭ്യാസം ഉഴപ്പാതിരിക്കുക, പ്രാക്ടിക്കലായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോവുക. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.